അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എത്രമാത്രം ഒറ്റയ്ക്കാണ് എന്ന്? ചിലപ്പോഴൊക്കെ നമ്മുടെ ചെറിയ പ്രയാസങ്ങൾ പോലും കേൾക്കാൻ ആരുമില്ലാതെ, സങ്കടങ്ങൾ ആരോടും പറയാനാവാതെ നമ്മൾ തളർന്നു പോകാറില്ലേ? എന്നാൽ നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നെഞ്ചിന്റെ ആഴങ്ങളിലെ തേങ്ങൽ അറിയുന്നൊരു റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ പടച്ചോൻ. നമ്മൾ കരുതുന്നുണ്ടാകും, വലിയ വലിയ കാര്യങ്ങൾക്ക് മാത്രം വിളിക്കേണ്ടവനല്ലേ പടച്ചോനെന്ന്. എന്നാൽ സ്വഹാബികളുടെ ജീവിതം എത്ര സുന്ദരമായിരുന്നു. അവരുടെ ചെറിയൊരു ചെരുപ്പിന്റെ വാർ പൊട്ടിപ്പോയാൽ പോലും അവർ അല്ലാഹുവേ എന്ന് കൈ ഉയർത്തിയിരുന്നു. വണ്ടിയുടെ പെട്രോൾ തീരുമ്പോഴും ഒരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും എന്തിന് നഖം റബ്ബേ, ഇതിലൊരു നന്മ നൽകണേ എന്ന് അവരോടൊപ്പം ജീവിച്ചവർ പടച്ചോനോട് തേടിയിരുന്നു. മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും വിളിച്ചാൽ അവർക്കതൊരു ശല്യമായേക്കാം. എന്നാൽ അല്ലാഹു അങ്ങനെയാണോ? തന്റെ ദാസൻ തന്നെ നിരന്തരം വിളിക്കുന്നതും ചെറിയ കാര്യങ്ങൾക്ക് പോലും തന്റെ മുന്നിൽ കൈനീട്ടുന്നതും അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നോ? എന്റെ ദാസൻ എന്നോട് ചോദിക്കട്ടെ, ഞാൻ ഉത്തരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത ആ കനിവുറ്റ റബ്ബ് നമ്മൾ ചോദിക്കാതിരിക്കുമ്പോഴാണ് വിഷമിക്കുന്നത്. വാർദ്ധക്യത്തിന്റെ അവശതയിൽ ഇനിയൊരിക്കലും നടക്കില്ല എന്ന് ലോകം വിധിയെഴുതിയിടത്താണ് സക്കറിയ നബി രഹസ്യമായി പ്രാർത്ഥിച്ചത്. മത്സ്യത്തിന്റെ വയറ്റിലെ കൂരിരുട്ടിൽ യൂനുസ് നബി പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനകൾക്ക് മുന്നിൽ മലഞ്ചെരിവുകൾ വഴിമാറിയില്ലേ? അതെ, നമ്മുടെ ജീവിതത്തിൽ വിധിച്ചുറപ്പിച്ച പല കാര്യങ്ങളെയും മാറ്റി എഴുതാൻ കഴിയുന്ന ഒരേയൊരു അത്ഭുതമുണ്ട്. അതാണ് ദുആ. ഇനി മുതൽ എല്ലാ ചെറിയ കാര്യങ്ങളിലും നമുക്ക് പടച്ചോനെ ചേർത്തു പിടിക്കാം. പ്രയാസങ്ങളിൽ മാത്രമല്ല, സന്തോഷങ്ങളിലും അവനോട് സംസാരിക്കാം. ആ കനിവിട്ട് റബ്ബിന്റെ കാരുണ്യം നമ്മുടെ ഹൃദയത്തെ കുളിരണിയിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.